കൂടുതൽ റിസ്ക് ഉണ്ടോ, കൂടുതൽ പ്രഷർ ഉണ്ടോ, അവിടെ പോയിട്ട് ചാടി കൊടുക്കണം. കൂടുതൽ റിസ്ക് ഉണ്ടോ, അതിൽ ജോയിൻ ചെയ്യണം. റിസ്ക് ഇല്ലാത്തടന്ന് എന്താ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? പ്രഷർ ഇല്ലാത്തടന്ന് ഒന്നും പഠിക്കാനില്ല. നിങ്ങൾ ആ പ്രഷർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എവിടെ നേടുന്നോ അവിടെയാണ് നിങ്ങൾ കോമ്പിറ്റന്റ് ആവുന്നത്. നിങ്ങൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ടിബറ്റിലൊക്കെ ഉള്ള പീക്ക് അല്ലെങ്കിൽ ഹിമാലയത്തോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പുകളിലൊക്കെ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ എന്ത് കിട്ടൂല, ശ്വാസം കിട്ടില്ല, ബ്രീത്ത് ഇഷ്യൂ ഉണ്ടോ. അപ്പൊ അവർ പറയുക എന്താണെന്ന് വെച്ചാൽ ഹോട്ടലിൽ 3 ദിവസം ഇരിക്കാൻ പറയും. വെറുതെ ഇരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, റൂമിലിരിക്കുക, കൂടുതൽ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയും. കാരണം നമ്മുടെ ലങ്സ് ഓക്സിജന്റെ അളവ് കുറഞ്ഞ ആ ഒരു അറ്റ്മോസ്ഫിയറിനെ പരിചയപ്പെടുകയും അതനുസരിച്ച് ഓക്സിജനെ മാനേജ് ചെയ്യാനും നമ്മുടെ ബോഡിക്ക് ആവശ്യമായ സപ്ലൈ ഒക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് എടുക്കാനുള്ള സമയം എടുക്കും. അവിടെ ആളുകൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെ ആളുകൾ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പൊ അവർ പറയും എന്ത്, യു ഹാവ് ടു ടേക്ക് റെസ്റ്റ്. നേരെ മറിച്ച് നിങ്ങൾ ബൈ റോഡ് അത്തരം ദൂരത്തേക്ക് പോകണമെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ട്രക്കിങ്ങിലൂടെ നിങ്ങൾ ക്ലൈംബ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ആവശ്യമില്ല. കാരണം എന്താ, ആ യാത്രയുടെ റിസ്ക് ഉണ്ടല്ലോ, ആ യാത്ര എന്ന് പറയുന്ന റിസ്കിലൂടെ, യാത്ര എന്ന് പറയുന്ന പ്രഷർ മാനേജ് ചെയ്ത് നമ്മൾ എത്തുമ്പോഴേക്കും നമ്മുടെ ബോഡി അവിടെ വളരെ ഈസി ആയിട്ട് നിൽക്കാനുള്ള കാപ്പബിലിറ്റിയിലേക്ക് നാച്ചുറലി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ റിസ്ക് ഉള്ള സ്ഥലത്ത് മാത്രമേ നിങ്ങളുടെ കാപ്പബിലിറ്റി, റിസ്ക് മാനേജ്മെന്റ് കാപ്പബിലിറ്റി ഗെയിൻ ചെയ്യുന്നുള്ളൂ.